8-9 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പത്തനംതിട്ടയിൽ മലയാളപ്പുഴ ക്ഷേത്രത്തിന്റെ തൊട്ട് മുന്നിലൊരു വീട്, അവർക്ക് വീട് സെയിൽ ചെയ്യണം. സെയിൽ ചെയ്യാനായിട്ട് വാങ്ങാനായിട്ട് ആള് വരുമ്പോൾ പരസ്യം കൊടുക്കും. ആള് വരുമ്പോൾ ഒരു പാമ്പ് അതിഥി ഇങ്ങനെ അപ്പുറത്ത് നിഴഞ്ഞ് നേരെ ഇപ്പുറത്ത് വന്നു. അവര് വീട് പാമ്പ് ഉള്ളതുകൊണ്ട് വീട് വാങ്ങാതെ പോകുമ്പോൾ അടുത്ത ആൾ വരുമ്പോൾ സെയിം ഇദ്ദേഹം വീണ്ടും അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഒരു ആരോടും പറയാതെ ചേട്ടാ നമുക്കതിനെ പിടിക്കണം. അങ്ങനെ ഞാൻ ഇന്ന് വൈകിട്ട് പോയി മതില് പൊളിക്കാൻ തുടങ്ങി. ഞാൻ ആരും അറിഞ്ഞില്ല. നാളെ രാവിലെ 11 മണി വരെ ആ പണി ചെയ്തുകൊണ്ടിരിക്കുക. മതിലിന്റെ അടിയിലാണ്, ബേസ്മെന്റ് റോഡിന്റെ സൈഡ് വാളിന്റെ അടിയിലാണ് കയറുന്നത്. 24 മണിക്കൂർ മതിൽ പൊളിച്ചോണ്ടിരിക്കുക. അത് ഇന്ന് വൈകിട്ട് 5-6 മണിക്ക് തുടങ്ങിയ പണി ഒരാളും എന്നെ കണ്ടില്ല. ഞാൻ ആ മതിൽ ഹൈറ്റുള്ള അതിന്റെ അടിയിൽ നിന്ന് മതിൽ പൊളിച്ച് പിറ്റേന്ന് രാവിലെ 11 മണിയായപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം, ഉറങ്ങിയിട്ടില്ല, എനിക്ക് ഭയങ്കര ക്ഷീണം. അപ്പൊ ഞാൻ ചേട്ടാ എനിക്ക് ഒരാളിനോട് കിട്ടുമെന്ന് വെച്ചു. അങ്ങനെ പുള്ളി 10-11 മണിയായപ്പോൾ ക്ഷേത്രത്തിനടുത്തുള്ള പൊക്കം കുറഞ്ഞിട്ടുള്ള ആളിനെ വിളിച്ചിട്ട് വന്ന് പുള്ളി ഇറങ്ങി ഒരു കല്ലെടുത്തിട്ട് കല്ല് പൊങ്ങുന്നില്ല. അപ്പൊ ഞാൻ പുള്ളിയെ കയറാൻ പറഞ്ഞു. അപ്പൊ സൈഡ് എന്ന് വെച്ചാൽ റോഡിന്റെ സൈഡ് വേണം. അപ്പൊ അവിടെ കല്ല് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു പോഷം ഇടിച്ചു വെച്ചിരിക്കണം. അതിന്റെ മുകളിലൊരു സ്തൂപമുണ്ട്. അതിലൊരു കയറ് കെട്ടിയിട്ടൊരു പേര അങ്ങോട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരന്റെ കയറാൻ പറഞ്ഞു. പുള്ളിക്കാരെ ഞാനങ്ങ് ഇറങ്ങുകയും ചെയ്തു. പുള്ളി ഈ കയറ് തൂങ്ങി കയറി. അപ്പൊ അവിടം വെച്ച് പാറ ഇടിഞ്ഞ് ഞാൻ എന്റെ നടുവിലേക്ക് ഇടും. ഞാൻ പാറയ്ക്ക് അടിയിലായി. എന്നിട്ട് ഇവിടെ 3 പൊട്ടലുണ്ടായിരുന്നു, ഇവിടെ ഒരു പൊട്ടലുണ്ടായിരുന്നു. ഈ 4 പൊട്ടലുമായിട്ട് ഞാൻ അവരെന്നെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പെയിൻ കില്ലർ എടുത്ത് നേരെ അവിടെ നിന്ന് ഞാൻ ആംബുലൻസ് വിളിച്ചിട്ട് വേണ്ട മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. എത്രയോ മാസം റെസ്റ്റ്. ഒരാളൊരു എന്താണെന്ന് ചോദിച്ചിട്ടില്ല. വീട്ടുകാർ പിന്നെ വിളിച്ചിട്ടേ ഇല്ല, എങ്ങനെയുണ്ടെന്നൊന്നും ചോദിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ കോട്ടയത്ത് ഒരു അതിഥി എടുത്തിട്ട് വന്നെങ്കിൽ പോത്തൻകോട് വെച്ച് ഞാൻ ഇങ്ങോട്ട് വരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഒരു കുട്ടി എന്താ പറയുക SIT കുട്ടിയുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കുട്ടിയും തള്ളയും അതിന്റെ മുത്തശ്ശിയും കൂടെ കൊണ്ടൊരാൾ കാറിൽ അങ്ങോട്ട് വന്നു. പുള്ളി സ്പീഡിൽ വന്ന് ഞങ്ങളുടെ സൈഡിൽ കയറി ഞങ്ങളെ ഇടിച്ച്. ആ കാർ ഇടിച്ചിട്ട് എനിക്ക് മൂക്കിന്റെ പാലവും പൊട്ടി, എന്റെ നട്ടലിന് 3 പൊട്ടലുണ്ടായി. അത് കഴിഞ്ഞ് ഏകദേശം അതും കുറച്ച് ദിവസം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടുന്ന് രാവിലെ കോട്ടയത്ത് പാമ്പാടിയിലേക്ക് ഒരു അതിഥിയെ പിടിക്കാണ്ട് കൊറോണയ്ക്ക് ശേഷം പോകുന്ന വഴിക്കാണ് തട്ടത്ത് മല വെച്ച് ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ട് ഒരു ലേഡി കാറ് കൊണ്ട് ഒരു തിട്ടയിലിടിച്ച് തിരിച്ചു വന്നപ്പോൾ അതിലിടിക്കാതെ ഞങ്ങൾ ഞങ്ങൾ KSRTC സൂപ്പർ ഫാസ്റ്റിന്റെ അടിയിൽ പോയി ഇടിച്ച് കയറി. അതും എനിക്ക് 3 പൊട്ടലുണ്ടായിരുന്നു നടുവില്. അത് കഴിഞ്ഞിട്ട് ആണ് 3 ദിവസം കഴിഞ്ഞാണ് ഞാൻ കോട്ടയത്തേക്ക് വാഹനം പിടിക്കാൻ പോകുന്നത്, കുറിച്ചിയിൽ. ആ 3 ദിവസം എനിക്ക് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, ഇവിടെ എല്ലാം ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, കഴുത്തിൽ കോളർ ഇട്ടിട്ടുണ്ട്, ഒക്കെ ചെയ്തിരിക്കുമ്പോൾ ഞാൻ കാറിൽ ഇതെല്ലാം അടിച്ചു വെച്ചിട്ടാണ് വാഹനം പിടിക്കാൻ ഇറങ്ങുന്നത്. അത് പിടിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് പിടിച്ച് നിന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ തുടയിലേക്ക് കടിക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു. അവസാനത്തെ കടി അതല്ല, അതിനുശേഷം വീണ്ടും 3 കടിയുടെ കിട്ടി. ആ 3 കടിയും നല്ല കടികളായിരുന്നു. ഒന്ന് ഇവിടെ ആയിരുന്നു, ഇവിടെ ഇതെങ്ങനെയായിരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് എവിടെയായിരുന്നു ലാസ്റ്റ് കടി. കോട്ടയത്തെ കടി ഇവരെ എല്ലാവർക്കും അറിയാം. അതിനുശേഷം 3 കടി ഉണ്ടായി. ആരോടും പറഞ്ഞില്ല. അപ്പോഴെനിക്ക് ഞങ്ങളോട് സത്യം പറഞ്ഞാൽ ഞാൻ വിഷമമൊന്നും എനിക്കില്ല. ഈ കഴിഞ്ഞ അവസാനത്തെ കടി കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മുടെ കയ്യിലോ നമ്മുടെ ബാങ്കിലോ അക്കൗണ്ടിൽ പൈസയോ കയ്യിലോ പൈസയോ ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ആരും ഉണ്ടാകത്തില്ല. എനിക്ക് ആ ലാസ്റ്റ് കടിയാണ് മനസ്സിലായത്. കാരണം ഞാൻ പറയാൻ കാരണം, ഈ കടിയിട്ട് ഞാൻ ട്രീറ്റ്മെന്റിലാണ്. ഞാൻ ആരോടും പറയേണ്ടെന്ന് ഞാൻ നഴ്സുമാർക്ക് അവിടുത്തെ സ്റ്റാഫുകളുടെ ബന്ധുക്കൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുന്ന റൂമിലാണ് ഞാൻ കിടന്നത്. അപ്പൊ എനിക്ക് രാവിലെ കഴിക്കാൻ മരുന്നെടുക്കണം. അപ്പൊ രാവിലെ കാപ്പി കുടിക്കണം. അപ്പൊ ഞാൻ പലരും വിളിക്കും രാവിലെ. അപ്പം ചേട്ടാ ഞാൻ ഇന്നടത്ത് നിൽക്കാൻ തിരക്കിലാണ്, ഇന്നടത്ത് നിൽക്കുക. അപ്പൊ ഞാൻ ശല്യപ്പെടുത്താൻ പോയി. അപ്പൊ ഉച്ചയ്ക്ക് ആരെങ്കിലും വിളിച്ച് ഫുഡ് വാങ്ങിക്കുമ്പോൾ രാവിലത്തെ മെഡിസിൻ കൂടെ ഉച്ചയ്ക്ക് കഴിയും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ മുന്നോട്ട്. നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോ ഇരിക്കുമ്പോൾ ഞാൻ 3-4 ദിവസം കൊണ്ട് തിരക്കാണ്. ഞാൻ 4 ദിവസങ്ങൾക്ക് മുന്നേ, അതായത് 5 ദിവസം, ഈ കഴിഞ്ഞ ഞായറാഴ്ചയോ ശനിയാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ കയ്യിൽ ഈ യാത്ര കഴിഞ്ഞപ്പോൾ എൻ്റെ 5 പൈസയില്ല. എൻ്റെ അവിടെ 10 രൂപയോ 12 രൂപയോ ഉള്ളു. എൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാം, ഒരു നിവൃത്തിയില്ല. പിറ്റേന്ന് എനിക്ക് വെളിയിൽ ഇറങ്ങണമെങ്കിൽ കഴിക്കാനെങ്കിലും പൈസ വേണം. ഞാൻ ഓട്ടോ പിടിക്കുന്ന ഓട്ടോയ്ക്ക് ചാർജ് കൊടുക്കണം. അപ്പൊ എൻ്റെ ഒരു പൈസയില്ല. അപ്പൊ ഞാൻ വെച്ച് എന്തായാലും പുറത്ത് പോകണ്ട. തലേദിവസം രാത്രി ഞാൻ പുറത്തുനിന്ന് വന്നപ്പോൾ വണ്ടിയിൽ ഇരുന്ന് കുടിക്കാൻ വേണ്ടി, ഓട്ടോയിൽ ഇരുന്ന് കുടിക്കാൻ വേണ്ടി വെച്ചാൽ ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ ഉണ്ടായിരുന്നു. ആ മിനറൽ വാട്ടർ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ അവരെ കവള അല്ലെങ്കിൽ 2 കവള് കുടിച്ച് ഞാൻ അന്ന് രാത്രി 24 മണിക്കൂർ ഞാൻ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഒരു കോൾ വന്ന് പുറത്തിറങ്ങി, കോളിന്റെ പുറകെ. ഇതാണ് അവസ്ഥ. അതിൽ വിചാരിക്കുക ആളുകൾ കാണുന്നതൊന്നും അല്ല നമ്മുടെ ജീവിതം. നമ്മളൊന്നും ഇത് പുറത്ത് പറയാൻ നമ്മൾ മടിക്കും. നമ്മളെന്തായാലും എല്ലാവരും കാണിക്കും നമുക്ക് ഇത്രയേ ഉള്ളൂ, ഇത് നമുക്ക് ആപ്പിൾ ഇത്ര കാശ് നമ്മൾ പെരുമയായിട്ട് കുറെ നല്ല രീതിയിൽ പറഞ്ഞ് നമുക്ക് ഭയങ്കര സംഭവമാണെന്നൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് പലരും കാര്യങ്ങൾ അറിയാതെ പോകും. സത്യമാണെങ്കിൽ ഇതിന്റെ പുറകെ പോയിട്ട് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടു,
പിന്നെ എന്താ പറയുക, ശാരീരികമായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയില്ല, കടികൾ കിട്ടുന്ന സമയത്ത് ഉണ്ടാവുന്നത് മാത്രമല്ല, നമ്മളടുത്ത് പണിയാൻ പോകുമ്പോൾ ഇന്നലെയും ഒരു സ്ഥലത്ത് പാമ്പിനെ പിടിക്കാൻ വേണ്ടി വെട്ടിക്കളയ്ക്കേണ്ട ഒരു 2-3 മണിക്കൂർ വെട്ടിക്കളയ്ക്കേണ്ടത്, അത്രയും ഞാൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ഒരു മതിലിന്റെ അടി, എനിക്ക് 2 ആഴ്ചയായിട്ടുണ്ട്. അതായത് പാമ്പിനെ പിടിക്കാൻ മതിലിന്റെ അടി ഇത് മുഴുവനും ഞാൻ പൊളിക്കേണ്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 തുടങ്ങുന്ന പണി ഇന്ന് രാത്രി വെളുപ്പാങ്ങൽ 2:30 വരെ ഞാൻ ഒറ്റയ്ക്ക് പണി ചെയ്തു എന്നുള്ള, ഒരാളെ സഹായിക്കാൻ പറ്റും. പിന്നെ മീഡിയ വരാത്ത അത് കിട്ടിയില്ല നമുക്ക് ആ പാമ്പിനെ. പിന്നെ ചാനലിൽ വന്നെങ്കിൽ ഞാൻ പങ്കെടുക്കുന്ന സ്നേക് മാസ്റ്റർ പ്രോഗ്രാം അവരുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുള്ളൂ. പക്ഷെ അവരുണ്ടെങ്കിൽ ഇത്രയും സമയത്തേക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ, കുറച്ച് സമയമല്ലേ കാണുന്നുള്ളൂ. 5-6 മണിക്കൂർ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത്രയൊക്കെ നമ്മൾ അധ്വാനിച്ചിട്ടും ആളുകൾക്ക് കഴിക്കുന്നത് എന്തോ എന്താ പറയുക, വലിയ സംഭവമാണ്. നമുക്കൊക്കെ ഭയങ്കര സാമ്പത്തികമുണ്ട്. സത്യം പറഞ്ഞാൽ എന്റെ വീട് ജപ്തിയാണ്. എന്റെ അമ്മയും എന്റെ അനിയത്തിയും താമസിക്കുന്ന സ്ഥലം, അച്ഛൻ മരിച്ചു, അമ്മയും അനിയത്തി മാത്രമേ വീട്ടിലുള്ളൂ. ആ വീട് 15-20 വർഷങ്ങൾക്ക് മുന്നേ ലോൺ എടുത്ത വീടാണ്. അത് ജപ്തിയാണ്. ജപ്തി നോട്ടീസ് ഒട്ടിക്കാൻ വേണ്ടി കഴിഞ്ഞ മന്ത്രിയൊക്കെ പോയി കണ്ടത്, കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിരിക്കും. ഇനി 2 മാസത്തിനകത്ത് അത് അടച്ചു തീർക്കും. ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഇത് ആളുകൾ കഴിഞ്ഞിട്ട് പാവയ്ക്ക് ഇന്നാളെ ഞാൻ കടയിൽ പോയി പറഞ്ഞു, ഞാനിപ്പോ എന്റെ വീടിന്റെ തൊട്ടടുത്ത് വലിയ 2 നില വീടുണ്ട്. പാറ പുതിയതായിട്ട് വാങ്ങി, എന്റെ അമ്മയുടെ സഹോദരന്റെ വീട് വസ്തു വാങ്ങി വെച്ചാണ്. അവിടെ ആ വാവശ്രീന്റെ വീട്, ആ വീട്ടിലാണ് താമസിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇന്നും ആ ഓലയിട്ട വീട്ടിലാണ്. എന്റെ അമ്മയെ അനിയത്തിനാണ്. ഞാൻ ലോഡ്ജിലാണ്. ഞാൻ 7 വർഷം കൊണ്ട് മെഡിക്കൽ ലോഡ്ജ്. അത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പൊ ഞാൻ രാത്രി 1 മണിക്കോ 2 മണിക്കൊക്കെ എനിക്കൊരു കോൾ വന്നു. ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്റെ അമ്മ പ്രായമായ ആളാണ്, അനിയത്തിക്ക് വയ്യായിരിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ വന്ന് ഗേറ്റ് തുറക്കുമ്പോൾ എനിക്ക് വീട്ടിൽ നായുണ്ട്, അവര് കുറയ്ക്കും. അപ്പൊ ഇവര് മരുന്ന് കഴിച്ചിട്ടായിരിക്കും കിടക്കുന്നത്. അത് ഇവർക്ക് ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് ഞാൻ ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ ഞാൻ ലോഡ്ജിലേക്ക് മാറി. അപ്പൊ എനിക്ക് പക്ഷേ എപ്പോണെങ്കിലും വരാം, എപ്പോണെങ്കിലും പോവാം, ഒരു പ്രശ്നമില്ല. അങ്ങനെയാണ് ഞാൻ ഇതിന് മുന്നോട്ട് പോകുന്നത്. ഇതുകൊണ്ട് ഇപ്പൊ ഒരു കോള് വന്നില്ലെങ്കിലും ടെൻഷൻ, ഒരു കോള് വന്നില്ല, അങ്ങനത്തെ വിളിച്ചാൽ തല്ലിക്കൊന്നോ. പിന്നെ ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എന്താ പറയുക, ഈ ഒരു ചെറിയൊരു തട്ടുകടയിൽ കൂടി ഞാൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വൈകുന്നേരം 6 മണി മുതൽ ഒരു 1 മണി 2 മണിയാവും കഴിയുമ്പോൾ. അപ്പം പാമ്പിനെ പിടിക്കാൻ പോലും ഞാൻ വെളുക്കുന്നവരെ യാത്ര ചെയ്യുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ സാറിനൊരു 10 പൈസയുടെ വരുമാനം ഇതിനകത്തില്ല, ഒന്നുമില്ല, കടങ്ങളും മാത്രമല്ല. ഞാനിപ്പോ എന്റെ വണ്ടി, നിങ്ങൾ പറയുന്നത്, എനിക്കൊരു സ്പോൺസേർഡ് ആയിട്ട് ഒരു വണ്ടി കിട്ടി. സ്പോൺസർ ഒരു പഞ്ചാണ് കിട്ടിയത്, ടാറ്റ പഞ്ച് കിട്ടി. മൈലേജൊന്നും ഇല്ല, അറിയാലോ, പെട്രോൾ വണ്ടിയാണ്. എന്നിട്ട് ഞാനിപ്പോ ഒരു 2 വർഷവും 2 മാസവും കൊണ്ട് 1,15,000 കിലോമീറ്റർ ഓടി. 18,000 20,000 കിലോമീറ്റർ ഓടും. ആ സമയത്താണ് എന്റെ വണ്ടി ഓടി കിട്ടുന്ന ആള് വട്ടപ്പറയുള്ള ചെറുപ്പക്കാരനാണ്. അപ്പൊ അദ്ദേഹം വണ്ടിയായിട്ട് എന്റെ അനിയത്തിയെ കൊണ്ട് ഞാൻ ലേസർ ചെയ്യാനായിട്ട് കണ്ണ ഹോസ്പിറ്റലിൽ നിൽക്കായിരുന്നു. അപ്പൊ എന്നെ വിളിക്കാനായിട്ട് പറഞ്ഞ വഴിക്ക് മണ്ണന്തല വെച്ച് അദ്ദേഹത്തിന് ഈ വണ്ടിയുടെ പുറകില് KSRTC വന്ന് ഇടിച്ചു. KSRTC ഇടിച്ചിട്ട് ബാക്ക് അത്രയും ചപ്പിപ്പോയി. അപ്പൊ എനിക്ക് 2 വർഷമായതുകൊണ്ട് 3rd പാർട്ടി ഇൻഷുറൻസ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഇൻഷുറൻസ് ഇല്ല. അപ്പൊ ആ വണ്ടിയുടെ ഡ്രൈവർ പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണ് ചേട്ടാ, എനിക്ക് ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞ്, നമ്മൾ ശരി പരാതി ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്ത് വണ്ടി എടുത്ത് വർക്ക്ഷോപ്പിൽ ഇട്ടു. വണ്ടി നന്നാക്കണേ 3 ലക്ഷത്തിൽ ഇതില്ല. അപ്പൊ അങ്ങനെ നടക്കുന്നു. എനിക്കൊരു ചെറിയ സ്കൂട്ടറുണ്ട്. എനിക്ക് എന്റെ സ്കൂട്ടർ പണ്ട് എനിക്ക് പണിയായിരുന്ന സമയത്ത്, ആക്സിഡന്റ് ആയ സമയത്തൊക്കെ എനിക്ക് ആൾക്കാർ നന്നാക്കി തന്നിട്ടുണ്ട്. ഇപ്പൊ അത് വീണ്ടും വർക്ക്ഷോപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം 2 വർഷത്തോളം. ഞാൻ എന്താ വെച്ചാൽ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാല്, ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പൈസ കിട്ടാതെ വന്ന സമയത്ത് പലരിൽ നിന്നും കടം വാങ്ങിച്ച് സഹായം ചെയ്തു പലർക്ക്. അപ്പൊ അതൊരു വലിയ ബാധ്യതയായി മാറി, ഭയങ്കരമായിട്ടൊരു ബാധ്യത. ഞാൻ 3.5 കോടി 4 കോടി 3.5 കോടിയിലേറെ രൂപയ്ക്ക് ഞാൻ സേവനം ചെയ്തു. അതെല്ലാം പലരിൽ നിന്നും വാങ്ങിയ പൈസ ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് വഴി കിട്ടിയ പൈസ ഉണ്ട്, അവാർഡ് കിട്ടിയ പൈസ ഉണ്ട്, സഹായിച്ച പൈസ ഉണ്ട്. പലരും എന്നെ സഹായിക്കാൻ പലരും എനിക്ക് തരാറുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും എടുത്ത്, നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടാൽ അറിയാം, ഞാൻ ഒരു പൈസ എന്റെ വീട്ടിലേക്ക് കൊണ്ട് ചെലവാക്കിയിട്ടില്ല. കടങ്ങൾ വാങ്ങി സേവനം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ വാട്സപ്പിന് മുമ്പിൽ അവിടെ കിടപ്പുണ്ട്, ഞാൻ എടുത്ത് നിങ്ങൾ കാണിച്ചാണ്. ഇന്ന് കല്യാണത്തിന് സഹായിക്കണമെന്ന് പറഞ്ഞ ഒരു പാലക്കാട് നിന്ന്, അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നില്ല, കുട്ടിയുടെ കല്യാണം അടുത്ത ഏപ്രിൽ 11-ാം തീയതി ആ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു നിവൃത്തിയില്ല, കല്യാണത്തിന് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഞാനിത് എന്റെ സുഹൃത്തുക്കളായ പലരോടും പറയും. അപ്പൊ അവരാരെങ്കിലും ചെയ്തു കൊടുക്കുന്ന പ്രതീക്ഷിക്കും. അതിനിടയ്ക്ക് ഒരു കല്യാണം നടന്നതിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്കെന്ന് വെച്ചാൽ ഇപ്പൊ സഹായിക്കുന്ന ഞാൻ യൂട്യൂബ് പ്രൈവറ്റ് ലോക്കൽ മീഡിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുറത്തേക്ക് യൂട്യൂബിലെങ്കിലും പോയി കഴിഞ്ഞാൽ ആൾക്കാർ സഹായിക്കണം കൊണ്ട് എല്ലാവരും ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ എനിക്കൊരു മടി, ചോദിച്ചാൽ ബുദ്ധിമുട്ടല്ലേ. എന്നിട്ട് എനിക്ക് സുഖമില്ല, അല്ലെങ്കിൽ എന്റെ ആർക്കെങ്കിലും സുഖമില്ല എന്നും പറഞ്ഞ് ഞാൻ പലരെയും നിന്ന് വാങ്ങി പലരെയും സഹായിച്ചു. അതൊരു വലിയ ബാധ്യത എനിക്കിപ്പോ, വലിയ കിടന്നാൽ എനിക്ക് ഉറക്കമില്ലാത്ത അതുകൊണ്ടാണ്. എത്ര ലക്ഷത്തിന്റെ ഉണ്ട്? അതൊക്കെ ഒരുപാട്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 1.5 കോടിക്ക് മേളിൽ ഉണ്ടായിരുന്നു. ഒക്കെ ഞാൻ കുറെ റിയൽ എസ്റ്റേറ്റ് കുറെ വീടി. ഇനി എനിക്ക് 50 മേളിൽ വരണം. കണക്ക് എനിക്കറിയില്ല. ഇനി എല്ലാം കൊടുത്ത് വീടണം. വീടിയിട്ട് എനിക്ക് എന്തെങ്കിലും സമയമായിട്ട് എനിക്ക് എവിടെയെങ്കിലും ഇവിടെ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ?